പാലക്കാട് നെന്മാറ സജിത വധക്കേസ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. 3.25 ലക്ഷം രൂപ പിഴയടയ്ക്കാനും പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. സ്ഥിരം കുറ്റവാളിയായ ചെന്താമര കുറ്റം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കോടതി വിലയിരുത്തി. വിധിയിൽ തൃപ്തരാണെന്ന് സജിതയുടെ മക്കൾ പ്രതികരിച്ചു. 2019 ഓഗസ്റ്റ് 31 സജിതയെ അയൽവാസിയായ ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. 44 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. വരാൻ പോണ കേസിൽ അയാൾ കുറ്റക്കാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റീന് കൊടുക്കാതിരുന്നത്. 3.25 ലക്ഷം രൂപ സജിതയുടെ മക്കൾക്ക് പിഴയായി നൽകണം. ഇല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി കുടുംബത്തിന് പണം നൽകാൻ നടപടികൾ സ്വീകരിക്കണം. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും അനുകൂലമായതിനാലാണ് ചെന്താമരയ്ക്ക് കടുത്ത ശിക്ഷ ലഭിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തിട്ട് പോലീസ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു ഏറ്റവും നിർണായകം കാര്യമാണ് ഈ കേസിൻ്റെ കൺവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചെന്താമരയ്ക്ക് കടുത്ത ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ചെന്താമരയ്ക്ക് ജാമ്യവും പരോളും നൽകരുതെന്നും സജിതയുടെ മക്കൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ്. കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട്. ഈ ഒരു കേസിൽ ഇയാൾക്ക് കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ടല്ലോ കേസ്. പരോളോ ജാമ്യം കിട്ടരുതെന്നാണ് ആഗ്രഹം. സജിതയുടെ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് സജിതയുടെ സഹോദരി ആവശ്യപ്പെട്ടു. എൻ്റെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ്, അഡ്രസ്സ് ഇല്ലാണ്ടാക്കിയതാണ്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ്. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ചെന്താമരയുടെ അഭിഭാഷകർ പറഞ്ഞു. സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെയും ചെന്താമരയാണ് കൊലപ്പെടുത്തിയത്. ഈ കേസിന്റെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.